കുട്ടിക്കുറുമ്പന്മാരെ, ഇന്ന് നമുക്ക് സിംഹത്തിന്റെയും എലിയുടെയും കഥ കേട്ടാലോ. പണ്ടൊരു കാട്ടിൽ ഷേരു എന്ന ഒരു വലിയ സിംഹം താമസിച്ചിരുന്നു. ഒരു ദിവസം ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഷേരു ഒരു മരത്തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ആ മരത്തിന്റെ മുകളിൽ ഒരു കുഞ്ഞൻ ചുണ്ടലി കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കിടയിൽ അബദ്ധത്തിൽ കാലു തെറ്റി കുഞ്ഞനെലി സിംഹത്തിന്റെ തലയിൽ വീണു. ഉറക്കം ഞെട്ടിയ സിംഹം ചുറ്റും നോക്കി. കുഞ്ഞനെലിയെ കണ്ടു. ദേഷ്യത്തോടെ അതിനെ തൂക്കിയെടുത്ത് സിംഹം ഗർജിച്ചു. ആരാണു നീ? എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ കൊല്ലും. സിംഹം പറഞ്ഞത് കേട്ട് കുഞ്ഞനെലി പേടിച്ചു വിറച്ചു. സിംഹരാജാവേ, എന്നെ ഉപദ്രവിക്കല്ലേ. എന്നെ വെറുതെ വിട്ടാൽ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അങ്ങയെ സഹായിക്കാം, കുഞ്ഞൻ പറഞ്ഞു. ഹാ, സിംഹം പൊട്ടിച്ചിരിച്ചു. ഇത്തിരി കുഞ്ഞനായ നീ എന്നെ സഹായിക്കാമെന്നോ? എങ്കിലും ദയ തോന്നിയ സിംഹം കുഞ്ഞിനെ വിട്ടയച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇര തേടിയിറങ്ങിയ സിംഹം വേട്ടക്കാർ വിരിച്ച വലയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും സിംഹത്തിന് വലയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞതേയില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, സിംഹം ഉറക്കെ കരഞ്ഞു. അപ്പോൾ എവിടെ നിന്നോ നമ്മുടെ കുഞ്ഞനെലി ഓടി വന്നു. തന്റെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് വലയിലെ കണ്ണികളെല്ലാം കടിച്ചു മുറിച്ച് സിംഹത്തിനെ രക്ഷിച്ചു. എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അന്ന് പറഞ്ഞ വാക്കു പാലിച്ചു. അങ്ങയെ ഒരാപത്തിൽ നിന്നും ഞാനിന്ന് രക്ഷിച്ചു. സിംഹത്തിന് തന്റെ തെറ്റു മനസ്സിലായി. അന്നു മുതൽ സിംഹരാജാവും കുഞ്ഞനെലിയും ഉറ്റ ചങ്ങാതിമാരായി. ഈ കഥയുടെ ഗുണപാഠം എന്താണ് കുട്ടികളെ? ആരെയും നമ്മൾ നിസ്സാരരായി കാണരുത്. Thank you for watching. Subscribe for more stories.